السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കളെ, ഓഫീസർകളെ, ഈ ഓൺലൈനായിട്ട് വീക്ഷിക്കുന്ന സഹോദരന്മാരെ, മുഖവരുകളൊന്നും വല്ലാതെ നടക്കുന്നില്ല. ദക്ഷിണ കന്നഡയിലെ ദാറുസലാം ദാവാ കോളേജിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈഖുന ശംസുൽ ഉലമയുടെയും മറ്റു മഹാന്മാരുടെയും ഒരു അനുസ്മരണ സംഗമമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുമായി ഒരുപാട് കാലം അടുത്ത് ഇടപഴകാൻ സാധിച്ചല്ലോ. എമ്പാടും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുരുത്തക്കേടില്ലാതെ കഴിച്ചിലായി എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ടവരുടെ കുറച്ചൊക്കെ രഹസ്യ ജീവിതങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഒരുവിധം പണ്ഡിതന്മാർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. എന്ന് വച്ചാൽ ബഹുമാനപ്പെട്ടവരുടെ ചെറുപ്പകാലം മുതൽക്ക് നാം പരിശോധിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ അവരെപ്പോലെ ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും മറ്റ് ഭൗതികമായ വിജ്ഞാനങ്ങളിലും മറ്റ് മതപരമായിരിക്കുന്ന എല്ലാ വിജ്ഞാന ശാഖകളിലും മറ്റെല്ലാവരേക്കാളും ബഹുമാനപ്പെട്ടവർ ഉയർന്ന നിലവാരത്തിലായിരുന്നു. ഇത് പൊതുവെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടതില്ല. നമ്മളെ തങ്ങളൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളക്കരയിൽ ഇന്ന് തുടങ്ങി ലോകത്താകെ വ്യാപിച്ചു ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം. അത് ഹഖായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിനെ നമ്മുടെ നാട്ടിലും അതുമൂലം നാടിൻ്റെ പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിലും അത് ശരിയായ രൂപത്തിൽ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് അതിനെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ മറ്റെല്ലാവരേക്കാളും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പങ്ക് ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചു. അതിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയാണ്. എല്ലാവർക്കും അറിയാം. അതിനെതിരെ വരുന്ന കള്ളത്തരീഖത്തുകാർ, ക്രിസ്ത്യാനികൾ, ഖാദിയാനികൾ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഇങ്ങനെ ഹഖായ ദീനിനെതിരായി വരുന്ന എല്ലാ എതിർ പാർട്ടികളെയും അവർക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരെ ഒരു മൂലയിലാക്കി നിർത്താൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞു. അതും ഒന്നും ആരും വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. എന്നാൽ ബഹുമാനപ്പെട്ടവർക്ക് ഈ ഇത്ര വലിയ ഒരു തൗഫീഖ് ലഭിക്കാൻ കാരണമെന്ത്? ഈ കാരണത്തിനെ പറ്റി നമ്മൾ ആരാഞ്ഞു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഈ കഴിവുകൾ എല്ലാവരേക്കാളും കൂടുതൽ ഉണ്ടായിട്ടും ഒരു ചെറിയൊരു കിബറോ ലോകമാന്യമോ എന്തെങ്കിലും ഭൗതിക മോഹങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഏറ്റവും വലിയ താഴ്മയുടെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഈ രണ്ട് കാര്യം കൂടി ഒരുമിച്ച് കൂടൽ വളരെ അപൂർവമാണ്. എല്ലാ കഴിവും ഉണ്ടാവുക, എല്ലാവരേക്കാളും താഴ്മയുണ്ടാവുക, അത് രണ്ടും കൂടി ഒരുമിച്ച് കൂടൽ പ്രയാസമുള്ള സംഗതിയാണ്.
താഴ്മ നല്ലോണം ഉണ്ടാകും, കഴിവ് കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കഴിവ് നല്ലോണം ഉണ്ടാകും, താഴ്മ കുറവായിരിക്കും. ബഹുമാനപ്പെട്ട രണ്ടും ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്തു. ആ പ്രകൃതിയിലാണ് ചെറുപ്പം മുതൽക്കേ ഉള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അനുജനും അയിലക്കാട് സിറാജുദ്ദീൻ ശൈഖിൻ്റെ ഖലീഫയുമായിരുന്ന ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ തന്നെ അയിലക്കാട് സിറാജുദ്ദീൻ ശൈഖിൻ്റെ മൗലിദ് ഉണ്ടാക്കിയപ്പോൾ ആ മൗലിദിൽ അനുജനെപ്പറ്റി നല്ല നിലക്ക് പറഞ്ഞു. ആ മഹാനവർകളുമായി ഞാൻ കുറച്ച് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരിക്കൽ എന്നോട്, എൻ്റെ ഇക്കാക്ക ഇത്ര വലിയ സ്ഥാനത്തെത്താൻ കാരണം കാക്കക്ക് ഓതുന്ന കാലത്തെ ഹസദും കിബറും ഇല്ലായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ പോലും ഹസദും കിബറും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ആ നിലക്കാണ് അവരെ കുടുംബവും അങ്ങനെയാണ്, അവരെ വളർത്തിയതും അങ്ങനെയാണ്. അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എൻ്റെ 22 വയസ്സ് മുതൽക്ക് ശൈഖുന വഫാത്താകുന്നവരെ 10-18 കൊല്ലത്തോളം അങ്ങനെ ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ എനിക്ക് ഈ അനുഭവത്തിൽ ബോധ്യപ്പെട്ടതുമാണ്. പക്ഷേ എല്ലാവരും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ മതപരമായിരിക്കുന്ന എല്ലാ അറിവുകളിലും ഭൗതികമായിരിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളിലും എല്ലാ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലൊക്കെ അഗ്രഗണ്യനാണെന്ന് ബഹുമാനപ്പെട്ടവരെ പറ്റി എല്ലാവരും മനസ്സിലാക്കിയെങ്കിലും അവരാത്മീയമായി അവർ എത്ര കണ്ട് ഉയർന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഒരിക്കൽ ഞാൻ നന്ദിയിൽ മുദരിസായ സമയത്ത് ബഹുമാനപ്പെട്ട റൂമിലേക്ക് കയറി ചെന്നപ്പോൾ എന്നോട് എന്താണെന്ന് പറയാൻ കാരണമെന്നറിയില്ല. അവർ പറഞ്ഞു, എടോ ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും നല്ലോണം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. ഞാൻ ഈ രൂപത്തിൽ ഉയർന്നു വരാൻ കാരണം എൻ്റെ ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം എന്നോട് പറയുകയുണ്ടായി. ഞാൻ പല സ്മരണികളിലൊക്കെ എഴുതിയത് തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ വളരെ ചെറിയ പ്രായത്തിലാണ് ഇവിടെ വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിച്ചിരുന്നത്. ബാഖിയാത്തു സ്വാലിഹ് ശൈഖുന പറയാൻ എന്നോട്, ഞാൻ ബാഖിയാത്തിൽ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദ്, 2 ഉസ്താദുമാർ, ഒന്ന് ശൈഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു, മറ്റേത് അബ്ദുർ റഹീം ഹസ്രത്ത്. അബ്ദുർ റഹീം ഹസ്രത്ത് ഒരു സൂഫിയായ മനുഷ്യനും കൂടിയായിരുന്നു. അദ്ദേഹമായിരുന്നു സ്വദറ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ശാസ്ത്രമാണ്, ആകാശഭൂമി ശാസ്ത്രം. ആ സ്വദറ എന്ന കിതാബ് ഓതിക്കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത് അബ്ദുർ റഹീം ഹസ്രത്തായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഓതിക്കൊടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നമ്മളെ കേരളക്കാരായ പല ആളുകളും, അതിൽ കുറച്ച് നല്ല അത്യാവശ്യം തിരുപാടുള്ള പക്ഷേ അതവ് കുറവുള്ള ഒരാളുണ്ടായിരുന്നു. ആളെപ്പോഴും ഉസ്താദിനോട് ഇങ്ങനെ കൊളത്തും. എല്ലാവരും കൊളത്തി എന്നാണ് വിളിക്കാറുള്ളത്. ശൈഖുനാൻ പറഞ്ഞ എന്നോട് എല്ലാ ദിവസവും ഉസ്താദ് പറഞ്ഞ വിവരണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്നുണ്ടാകും, അതിനെപ്പറ്റി ഒരു വർത്താനം ഉണ്ടാകും. ഇത് വല്ലാതെ എല്ലാ ദിവസവും ഇത് തുടർന്നപ്പോൾ ശൈഖുന പറയുകയാണ്, ഞാൻ ഉസ്താദിനെ രഹസ്യമായിട്ടൊന്ന് കണ്ടു, അബ്ദുർ റഹീം ഹസ്രത്തിനെ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ ക്ലാസ്സിൽ ആ ചോദിച്ച് ബുദ്ധിമുട്ടാക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് ഉസ്താദ് സമ്മതം തരാൻ ഞാൻ മറുപടി പറഞ്ഞോളാം. ആയിക്കോട്ടെ മോനെ പറഞ്ഞു. ഉസ്താദിൻ്റെ മനസ്സപ്പം തന്നെ വല്ലാതെ ഒരു സന്തോഷത്തിലായി ശംസുൽ ഉലമയോട്. ശൈഖുന എന്നോട് പറയാണ്, അങ്ങനെ ഈ സമ്മതം രഹസ്യമായി വാങ്ങിയത് അയാളോ ആരും അറിയില്ല. അങ്ങനെ ക്ലാസ്സിൽ വെച്ച് ഈ സമ്മതം വാങ്ങിയതിൻ്റെ ശേഷം വലിയൊരു പ്രശ്നമുണ്ടായി.
ഉസ്താദ് പറഞ്ഞതിൽ എന്തോ ഒരു തകരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ സജീവമായി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ആ ചെറിയ പ്രായത്തിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ വാക്കിന് നിങ്ങൾ ഇങ്ങനെ അർത്ഥം കൊടുത്തത് കൊണ്ടല്ലേ ഈ സംശയം നിങ്ങൾക്ക് വരുന്നത്. ഉസ്താദ് പറഞ്ഞ വാക്കിന് നിങ്ങൾ പറഞ്ഞ മാതിരി അർത്ഥം കൊടുക്കാൻ അല്ലാതെയും അർത്ഥം കൊടുക്കാമല്ലോ. അല്ലാതെ അർത്ഥം കൊടുത്തു നോക്കി ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഉസ്താദിൻ്റെ വാക്കിനെ വേണ്ട പോലെ മനസ്സിലാക്കാതെ ഒരിക്കലും തന്നെ ഈ പരിപാടി ഞാൻ ആവർത്തിക്കരുത്, എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട്. അതോടുകൂടി ആ ചോദ്യത്തിൻ്റെ ആ ഒരു വിഷയം തന്നെ അവിടെ നിന്നുപോയി. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. ഇതാണ് ഇങ്ങനെ ഉസ്താദുമാരോട്. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമക്ക് എല്ലാവരേക്കാളും നല്ല എന്ത് വിഷയത്തിൽ നല്ല കഴിവുണ്ടായിട്ടും ഒരു അദബുകേടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുരുത്തക്കേടിൻ്റെ സ്വഭാവമോ ഇല്ലാതെ, ഒരു കിബറോ ലോകമാന്യമോ ഇല്ലാതെ താഴ്മ കാണിക്കുന്ന സ്വഭാവം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഇത് അധികം പേരും അറിയില്ല. ഇതിനാൽ ഉയർച്ചക്കുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പം നൂറുൻ അലാ നൂർ എന്ന പോലെ കൂടുതൽ കൂടുതൽ ഉയരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞാൻ ആത്മീയമായി അവരുടെ ആ ഔലിയാക്കന്മാരുടെ ബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്തുകൊണ്ട്, മറ്റേതെല്ലാവർക്കും അറിയാം, നമ്മളെ ഈ ഇന്ന് കേരളത്തിൽ നാം ലോകത്ത് തന്നെയും ലോകത്തിന് മാതൃകയായി ഹഖായ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ശരിയായ ഒരു ആ പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ന് കേരളക്കാരന്മാരി ആർക്കും സാധ്യമാവാത്തതിൻ്റെ പ്രധാന കാരണം ശൈഖുന ശംസുൽ ഉലമയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് മറ്റെല്ലാവരെക്കാളും പ്രവർത്തിച്ച് മുന്നോട്ട് നിന്നത് ശൈഖുന ശംസുൽ ഉലമയാണ്. അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലൊന്നും കടക്കുന്നില്ല. നമ്മൾ ക്രിസ്ത്യാനികളെ ആ മഞ്ചേരിയിലെ സംഭവത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അന്നവിടെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഖണ്ഡനത്തിൽ എല്ലാ വിഭാഗം ആളുകളും കൂടി, മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാ അലവലാദികളും കൂടി ചേർന്നുകൊണ്ട് ഇതെല്ലാവർക്കും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അവർ തിരഞ്ഞെടുത്തു ശംസുൽ ഉലമയാണ് ഇതിന് വേണ്ടത്. മറ്റാർക്കും ബൈബിളൊന്നും കൈകാര്യം ചെയ്യാനുള്ള വലിയ കഴിവൊന്നുമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാൻ്റെ അടുത്ത് അവർ ചെന്ന് പറഞ്ഞു, നിങ്ങൾ ആ കാര്യത്തിലൊന്ന് മഞ്ചേരിയിലേക്ക് വരണമെന്ന്. അപ്പോൾ ശൈഖുന പറഞ്ഞു, അവിടെയൊക്കെ പണ്ഡിതന്മാരെമ്പാടും ഇല്ലേ, ഞാനെന്തിനാണ് ഇവിടുന്ന് ഇത്ര ദൂരത്തുനിന്ന് അങ്ങോട്ട് വരുന്നത്? അവർ തല താത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ വരണം, അവർക്കാർക്കും അതിന് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന 979 ഞങ്ങളുടെ മുത്തവ്വൽ 2-ാം കൊല്ലാണ്. ഞങ്ങളൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് പോയി. അതിൽ ആ സമയത്ത് ശൈഖുനായുടെ അനുജൻ ഉമറുൽ ഖാദിരി തങ്ങളുടെ ഒരു മകൾക്ക് എന്തോ ചില പൈശാചികമായ എന്തോ തകരാറുണ്ടായതുകൊണ്ട് അവരെ മകൻ ഞങ്ങളെ കൂട്ടത്തിൽ 7 ദാരിമികൾ ഉള്ള ആളായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഉമറാജിൻ്റെയൊക്കെ ഉമറുൽ ഖാദിരി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ചില ചികിത്സകളൊക്കെ ചെയ്യും, ശൈഖന്മാരെ ഹാജരാക്കിയിട്ടൊക്കെ. അദ്ദേഹമല്ലാത്ത ബാക്കി ഞങ്ങൾ 14 ആളും മഞ്ചേരിയിലേക്ക് പോയിട്ടുണ്ട്. ശൈഖുന ശംസുൽ ഉലമ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പോയിരുന്ന അദ്ദേഹം മരിച്ചുപോയി, അള്ള പുറത്തു കൊടുക്കട്ടെ, IK മുഹമ്മദ് ദാരിമി അവിടെ വരികയുണ്ടായി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, ഇന്നൊരു അത്ഭുതമുണ്ടായി. ഞാൻ ചോദിച്ചു, എന്താണ്? ശൈഖന്മാരെ ഹാജരാക്കാൻ വേണ്ടി അയിലക്കാട് സിറാജ് ശൈഖാണ് വേഗം ഹാജരാകുക. ഉമറുൽ ഖാദിരി ശൈഖുമാണല്ലോ, ശംസുൽ ഉലമയുടെയും ശൈഖാണല്ലോ. സാധാരണ പതിവ് പോലെ അവരെ
ഹാജരാക്കാൻ വേണ്ടി മെനക്കെട്ട് നോക്കുമ്പോൾ എന്തായിട്ടും അവരെന്താകുന്നില്ല, ഹാജരാകുന്നില്ല. അവസാനം സങ്കടപ്പെട്ട് കുറേ വിളിച്ചപ്പം അവർ വന്നിട്ട് പറഞ്ഞു, ഇന്നൊരാളും ഇവിടെ വരില്ല, ഉടനെ എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂൽ വരെ മഞ്ചേരിയിലാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു. എനിക്കത് വിശ്വാസമാണ്, ഞങ്ങളത് പറയുന്ന ആളല്ലല്ലോ. പിന്നെ പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട ശേഖന വഫാത്തിൻ്റെ തലേകൊല്ലം ഞങ്ങളെ തൃപ്പനച്ചി ഉസ്താദിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നെയും വേറെ കുറേ ആളുകളൊക്കെ ആദ്യമായിട്ട് എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ ഞങ്ങൾ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന് ചെന്നപ്പോൾ ശൈഖുന ശംസുല്ലമ പറഞ്ഞയച്ചതാണ്, നിങ്ങൾക്ക് ശംസുല്ലമനെ വേണ്ട പോലെ അറിയുമോ എന്ന്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരാരാന്നറിയോ, അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത് അള്ളാഹുവിൻ്റെ റസൂൽ വരെയുള്ള എല്ലാവരുമായി മുശാവറ ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. മഞ്ചേരിയിലെ ക്രിസ്ത്യാനികൾക്ക് ഉള്ള എതിരെയുള്ള ഘടനപ്രസംഗത്തിൽ അന്ന് ആ സ്റ്റേജിന്മേൽ അള്ളാഹുവിൻ്റെ റസൂൽ വരെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ അന്ന് കേട്ടതും പിന്നെ ഇതുകൂടി കേട്ടപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ ഉറപ്പായി. ഇപ്പോൾ ഉസ്താദ് വഫാത്താൻ്റെ ഉസ്താദിൻ്റെ മൗലൂദിൽ ഈ സംഭവം ഉസ്താദ് ശംസുല്ലമനെ പറ്റി പറഞ്ഞ സംഭവം വിവരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിൻ്റെ റസൂൽ വരെയുള്ള അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും സഹാബാക്കളോടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമ ശൈഖന്മാർ, മുറബ്ബിയായ ശൈഖന്മാരെ തേടിക്കൊണ്ട് നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളടുത്തും പോയി. അവരൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള തെർബിയത്തിന് കഴിവില്ല എന്ന് മനസ്സിലാക്കി അവർ പോക്ക് നിർത്തി. ഇനി എവിടെയും പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് അയിലക്കാട് സിറാജുദ്ദീൻ ശൈഖിനെ പറ്റി തൻ്റെ ഖലീഫയായിരുന്ന ശൈഖുനാൻ്റെ അനുജനുമായിരുന്ന ഉമറുൽ ഖാദിരി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കി, നിങ്ങൾക്ക് എന്തായാലും അദ്ദേഹത്തിനെ പറ്റും, നിങ്ങൾ എന്ത് സംശയം ആത്മീയമായിട്ടുണ്ടെങ്കിലും അത് തീർത്തു തരാൻ അവർക്ക് കഴിയും. അങ്ങനെ ബഹുമാനപ്പെട്ട് പറഞ്ഞപ്പം ശൈഖുന കിബുറൊന്നുമില്ലാത്ത ആളല്ലേ, അനുജൻ പറഞ്ഞത് കേട്ടിട്ട് എന്തായിപ്പോയി. സിറാജുദ്ദീൻ ശൈഖിന് എല്ലാ നിലക്കും അവർക്ക് പറ്റുകയും ഷെയ്ഖായി അവരുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ പൂച്ചക്കാട് ശൈഖുനാൻ്റെ ദർസിൽ വരുന്നതിന് മുമ്പാണ്. 978 പൂച്ചക്കാട് ഞങ്ങൾ ശൈഖുനാൻ്റെ ദർസിൽ ഓതുന്നത്. ഞങ്ങളവിടെ ഓതുന്ന കാലത്താണ് അയിലക്കാട് സിറാജുദ്ദീൻ ശൈഖിനെ പറ്റി ഒരു മൗലീദ് ഉണ്ടാക്കിയത്. സിറാജുദ്ദീൻ ശൈഖിൻ്റെ ഒരു മൗലൂദ് ഉണ്ടാക്കുകയും ആ മൗലൂദ് അടുപ്പിക്കാൻ വേണ്ടി പലരും ഉദ്ദേശിച്ചപ്പോൾ ശൈഖിനെ അടുപ്പിക്കാനായിട്ടില്ല, അടുപ്പിക്കാൻ ബഹുമാനപ്പെട്ട സമ്മതം കിട്ടണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറയുമ്പം ഇത് പിന്നെ എന്നെപ്പറ്റി വിശ്വാസമുള്ളവർക്കൊക്കെ വിശ്വസിക്കുക, അത്രേ ഞാൻ പറയണുള്ളൂ. ശൈഖുന പറഞ്ഞു, ദുൽഹജ്ജ് 12 അവിടുത്തെ ആണ്ട്, ആ ആണ്ടിന് അയിലക്കാട്ട് അവിടുത്തെ ഉറൂസിന് പോകണം, എന്നിട്ട് അവിടുന്ന് സമ്മതം കിട്ടിയെങ്കിലേ ഇത് അടുപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഉമറുൽ ഖാദിരി തങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട ശംസുലുലമ ഔറാദിലിരിക്കുകയാണ്. മഗ്‌രിബിൻ്റെ സംസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. പെട്ടെന്ന് ശൈഖുനെ വിളിച്ച് പറഞ്ഞു, സമ്മതം കിട്ടിയടോ, അതിൽ ഒരു വാക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് മാറ്റണം, ചെറിയൊരു വാക്ക്, അതെല്ലാം കബൂലായിട്ടുണ്ട്. അങ്ങനെയാണ് ആ മൗലൂദ് അടുപ്പിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമ എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വന്തം അഭിപ്രായത്തിനും ഒന്നും ചെയ്യാറില്ല. ഗ്രൂപ്പ് തുടങ്ങിയ കാലഘട്ടത്തിലും ശൈഖുനാക്ക് എമ്പാടും നിർദ്ദേശങ്ങൾ മശായിഖന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ശൈഖുന ചെയ്തത് എന്ന് എന്നോട് നേരെ ഞാനിത് വിശദീകരിക്കുന്നില്ല. ഇനി ശരീഅത്തിൽ കിതാബിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം സഹീഹുൽ ബുഖാരി ദർസെടുത്തുമ്പോൾ പലപ്പോഴും പല സംഗതികളും ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇമാം നവവി തങ്ങളായാലും അതുപോലെ ഇമാം ബുഖാരി തങ്ങളായാലും ഒരിക്കലും എന്നോട് പറയുകയുണ്ടായി,
കിതാബിലൊക്കെ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളിലോ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പലരും പറയുന്നത് എനിക്ക് തൃപ്തിയാവില്ല. ഞാൻ രാത്രി ഇങ്ങനെ എന്തു ചെയ്യും, ഉറക്കം വഹിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥമായന എനിക്കെന്ത് ചെയ്യും, ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു തരും. ആ ജാതി ഇൽമാണ് എൻ്റെ അടുത്തുള്ളത് എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീഅത്തിൻ്റെ കാര്യമായിരുന്നാലും തരീഖത്തിൻ്റെ കാര്യമായിരുന്നാലും ഒക്കെ സ്വന്തം അഭിപ്രായത്തിനൊന്നും ചെയ്യാത്ത ആളായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. അതുകൊണ്ട് തന്നെ ഒരു മുമ്പോട്ട് വെച്ച ഒരു കാൽ പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴെങ്കിലും എടുത്ത തീരുമാനം ആ തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുമില്ല. അതിൻ്റെ പ്രധാന കാരണം ഒരു ആത്മീയമായ ഉയർച്ചയാണ്. ഒരിക്കലും എന്നോട് പറയുകയുണ്ടായി, ബദരീങ്ങളെ അസമാ പേരുകൾ ഞാനിങ്ങനെ ചെല്ലുമ്പം എല്ലാ ബദരീങ്ങളും എൻ്റെ അടുത്ത് വരുമടോ എന്ന് പറയുകയുണ്ടായി. ഞാൻ കോരിത്തരിച്ചു പോകും എൻ്റെ വർത്തമാനം കേട്ട. ബഹുമാനപ്പെട്ടവർ ആ നിലക്ക് ബാഹ്യമായി ശരീഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനൊരു കോട്ടം വരാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആരിഫ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ നിലക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇതിനും കോട്ടമില്ല, ഇതുകൊണ്ട് അതിനും കോട്ടമില്ല. രണ്ടും ഒരേ രൂപത്തിൽ കൊണ്ടു നടന്ന് പൂർത്തിയാക്കിയവരാണ് ശൈഖുനാ ശംസുൽ ഉലമ. ഞാൻ ജാമിയ നൂരിയ അറബി കോളേജിൽ 6ാം ക്ലാസ്സിൽ ചേർന്ന് 2 കൊല്ലം പഠിച്ചു. ആ 2 കൊല്ലം ശൈഖുനാൻ്റെ ക്ലാസ്സില്ല, ചെറിയ ക്ലാസ്സിലില്ല, അവർക്ക് ക്ലാസ്സില്ലായിരുന്നു. 3ാമത്തെ കൊല്ലം മുത്തവ്വലിലേക്ക് ജയിച്ചപ്പോഴാണ് ശൈഖുനാൻ്റെ ക്ലാസ് കിട്ടുമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പോരുന്നത് 78-ൽ. അപ്പം ഞാൻ പല കാരണങ്ങളും പല സംഗതികളും ഉണ്ട്, കാരണം ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ ശൈഖുനാൻ്റെ കൂടെ പോന്നു. എൻ്റെ മുത്തവ്വൽ 1ാം കൊല്ലം പൂച്ചക്കാട്, 2ാം കൊല്ലം നന്ദി ദാറുസ്സലാം. ഞാൻ ജാമിയെന്ന് പോരുമ്പം ഞാൻ ശൈഖുനാൻ്റെ ആത്മീയമായിരിക്കുന്നുള്ള ഉയർച്ച അവരുടെ നിലവാരം എത്രയുണ്ടെന്നും നമുക്കറിയില്ല. അത് ആത്മീയമായിട്ട് ഉയർന്നവർക്കല്ലേ ഉയർന്നവരെ നില അറിയുള്ളൂ. ബാഹ്യമായി നോക്കുമ്പം ബഹുമാനപ്പെട്ട ശൈഖുനാൻ്റെ മാതിരി ശരീഅത്തിൻ്റെ എല്ലാ ഇൽമിൻ്റെ ശാഖകളിലും, അതുപോലെ മറ്റ് ഏതൊക്കെ ഭൗതികമായി ഏത് ഭാഷകളിലും, മറ്റേ ഗണ്ണിക്കാനുള്ള കഴിവ്, വാദപ്രയോഗം നടത്താനുള്ള കഴിവ്, ഇങ്ങനത്തെ കഴിവുകളിലൊക്കെ തുല്യതയില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ദാറുസ്സലാമിൽ നിന്ന് ആദ്യമായി 980-ൽ 7 ആൾക്ക് സനദ് കൊടുത്തതിൽ ഒരാളാണ് ഞാൻ. അല്ലാഹു ഖബൂലാക്കട്ടെ. അങ്ങനെ എന്നോട് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ മുദരിസാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മുദരിസായി. ആ സമയത്ത് എനിക്കൊരു അനുഭവമുണ്ടായി. അന്ന് മുതൽക്കാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഇത്ര കണ്ട് ആത്മീയമായിട്ട് ഉയർന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടതൊന്നുമല്ല. ഞാൻ മുദരിസായി 2 കൊല്ലം 1982-ലാണ്, 2-ലോ 3-ലോ ആണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇതൊക്കെ ഞാൻ സ്മരണീയയിൽ എഴുതിയതാണ്, പുതിയ കാര്യമൊന്നുമല്ല. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ള സാമ്പത്തികമായ ചില വിഷയങ്ങൾ, ആരോഗ്യപരമായ വിഷയം, കുടുംബപരമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ചോറ് തിന്നുമ്പം ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഒരു ആത്മകഥം ചെയ്യല്ലോ. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ട്, പടച്ചോനെ എൻ്റെ സ്ഥിതി എന്താണ്, ആരാ എന്നെ സഹായിക്കുകയാണെന്നൊക്കെ പറഞ്ഞ മാതിരി ഞാൻ എന്ത് പറഞ്ഞു, എൻ്റെ ശൈഖന്മാർ ഉസ്താദുമാരൊക്കെ വലിയ മഹാന്മാരാണല്ലോ, പടച്ചോനെ അവരാരും എൻ്റെ കാര്യത്തിൽ എന്നോടൊരു ശഫായത്തൊന്നും ചെയ്യുന്നില്ലേ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിഷമങ്ങൾക്ക് എന്താ ഒരു മാറ്റമില്ലാത്തത് ഞാനിങ്ങനെ പറഞ്ഞു. വിഷമമുണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റക്ക് ആരും കേൾക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ശൈഖന്മാർ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 3 ആളാണ്. 5 ഉസ്താദുമായിട്ട് അന്ന് പരിചയമില്ല, അതിനൊക്കെ എത്രയോ മുമ്പാണിത്. ഒന്ന് മടവൂർ CM വലിയുള്ളതാണ്. നേരത്തെ ചില വിഷയത്തിൽ അവരുമായി ഒരു വലിയൊരു അനുഭവമൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ഇടയ്ക്ക് പോകും വരികയൊക്കെ ചെയ്യും. പിന്നൊന്ന് ശൈഖുനയും മറ്റേത് അനുജൻ ഉമറുൽ ഖാദിരി തന്നെ. ഞാൻ എൻ്റെ ഉസ്താദുമാർ ശൈഖന്മാർ തന്നെ അവരാണ് ഉദ്ദേശിക്കുന്നത്.
അവരൊക്കെ വലിയ മഹാന്മാരാണല്ലോ പഠിച്ചവനെ, അവരാരും എൻ്റെ കാര്യത്തിൽ ശഫാഅത്ത് എന്നോട് ചെയ്യുന്നില്ലേ, എൻ്റെ വിഷമത്തിന് എന്താ ഒരു മാറ്റമില്ലാത്തത്. അന്ന് ശൈഖുന നന്ദിയിലെ പള്ളിയിൽ റൂമിലുണ്ട്. ആ ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ ആരും കേൾക്കാൻ പറഞ്ഞതല്ല, ആരും കേൾക്കൂല. വാഹിറിൽ ശൈഖുന ശംസുൽ ഉലമ ഒരാളെ പറഞ്ഞേച്ചു. ആ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ശൈഖുനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പല കാര്യത്തിനും ഹാജർ പട്ടിക എഴുതാനോ പിടിക്കാനൊക്കെ പലതിനും വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ച് തീർന്നില്ല, അതിന് മുമ്പ് തന്നെ കൈ കഴുകി കുപ്പായൊക്കെ ഇട്ടിട്ട് പോയി. റൂമിലേക്ക് കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, എന്താണോ എനിക്ക് വിഷമം? വേറെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചിട്ട് എൻ്റെ കണ്ണും മുഖം കണ്ടിട്ട് ചോദിച്ചതല്ല. അപ്പോൾ ഞാൻ ആകെ തരിച്ചുപോയി. എനിക്ക് ഈ ഒരു ലജ്ജയും സന്തോഷവും ഒക്കെ ഉണ്ടായ ആ സമയം. ഞാനിത് ആരും കേൾക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ശൈഖുനെ കേട്ടുപോയല്ലോ എന്ന് ഒരു ലജ്ജ. രണ്ടാമതുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിടിച്ച കൊമ്പ് നല്ല പൊട്ടാത്ത കൊമ്പ് തന്നെയാണ്. ഇത്രത്തോളം അവർ എന്തെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് രഹസ്യമായി പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചാൽ അതറിയാൻ കഴിവുള്ള ആളായിരുന്നു എന്നുള്ളത് എനിക്ക് അല്ലാഹു തആല മനസ്സിലാക്കി തന്നല്ലോ എന്നൊരു സന്തോഷം. ഇനി പരിഹാരമാർഗം ഉണ്ടാവുമല്ലോ. എന്നെ കുറേ ഉപദേശിച്ചു. എടോ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എന്ന് എന്നോട് ചെയ്ത ഉപദേശ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതികമായി ഇന്ന ഗുണം വേണം, എനിക്കൊരു വീട് വേണം, ഭാര്യ വേണം, മക്കൾ വേണം, വാഹനം വേണം, ജോലി വേണം എന്നൊക്കെ അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ മനുഷ്യന്. ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. നമ്മൾ വിചാരിച്ച മാതിരി കാര്യം നടന്നില്ലെങ്കിൽ ടെൻഷനാകും. വിചാരിച്ച മാതിരി കാര്യം നടന്നിട്ട് പെട്ടെന്ന് അതിനെന്തോ തകരാറ് പറ്റിയാലും ടെൻഷനാകും. എല്ലാ ടെൻഷനുകളും നമ്മൾ തന്നെയാണല്ലോ കാരണം. നമ്മൾ ഓരോ കാര്യം തീരുമാനിച്ചു വെക്കും, അത് വിചാരിച്ച മാതിരി ആവൂല, അവിടെ ടെൻഷനാകും. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് നടക്കണ്ട. എനിക്ക് 5 നേരം നിക്കാരത്തിന് ശേഷം ഒരു ചെറിയ സൂറത്ത് 2-3 വട്ടം ഓതാൻ വേണ്ടി എന്നോട് പറഞ്ഞു. എനിക്കത് മാറിപ്പോയി ചെയ്തു. അന്ന് മുതൽക്ക് 1982 അല്ല 82-83 അന്ന് മുതൽക്ക് ബഹുമാനപ്പെട്ട ശൈഖുനെ ഞാൻ കാണുന്നത് എവിടെ വെച്ച് എന്ത് രഹസ്യമായി പറഞ്ഞാലും എന്ത് വിചാരിച്ചാലും അതറിയാൻ കഴിവുള്ള ആളായിരുന്നു എന്ന് അനുഭവത്തിൽ കൂടി എനിക്ക് ബോധ്യപ്പെട്ടു. അന്നലക്കാണ് പിന്നെ അവരുമായി വഫാത്ത് വരെ ഞാൻ ബന്ധപ്പെട്ടത്. പിന്നെ ഒരുപാട് സംഭവങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇഫ്ലി സമസ്തന്റെ പ്രസിഡന്റ് തങ്ങൾ ഉസ്താദ് സാധാരണ പറയാറുള്ള സംഭവമുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അത് എൻ്റെ നേരെ അനുഭവമല്ല എന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നേരെ അനുഭവമാണ്. തങ്ങൾ ഉസ്താദ് പറയാറുണ്ട്, തങ്ങൾ ഉസ്താദ് അവിടെ എൻ്റെ 1 കൊല്ലം 2 കൊല്ലം മുമ്പാണ് ജാമ്യയിലുണ്ടായിരുന്നത്. അവരവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ജാമിയ നൂരിയയിലെ വിദ്യാർത്ഥികളെ കൂട്ടത്തിൽ വെച്ച് നല്ല താടിയും തലേക്കെട്ടും നല്ല കണ്ടാൽ നല്ലത് ഒരു ആലിമിൻ്റെ വേഷവും അതോടൊപ്പം പഠിക്കുന്ന വിഷയത്തിൽ നല്ല ഉയർന്ന നിലവാരവുമുള്ള എല്ലാവർക്കും നല്ല ഉസ്താദന്മാർക്കൊക്കെ തന്നെ നല്ല അഭിപ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടി എന്നെ ഒരിക്കൽ കണ്ടപ്പോൾ ശൈഖുന ശംസുൽ ഉലമ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വാ, എൻ്റെ ആ പെട്ടി സാധനത്തിൽ ഇവിടുന്ന് ഉടനെ പോകണം, നിന്റെ മനസ്സിൽ ഖൽബിൽ ഈമാൻ തീരെ ഞാൻ കാണുന്നില്ല. ഈമാൻ തീരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഖൽബിൽ ഈമാൻ കാണുന്നില്ല എന്നപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞത്. ഇത് വലിയ വിഷയമല്ലേ. ഉസ്താദ് എപ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും ജയനാന്റെ ഈ ധൈര്യം പറയുന്ന വിഷയമാണ്. അപ്പോൾ ഉസ്താദുമാർ കോട്ടുമുല ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ ഇടപെട്ടിട്ട് പറഞ്ഞു, അല്ലോ ആ കുട്ടി നല്ലൊരു കുട്ടിയാണല്ലോ, ഇവിടെ എല്ലാ കുട്ടികളെക്കാളും നല്ല പഠിക്കുന്ന കുട്ടിയാണല്ലോ, ആ കുട്ടിനെ പുറത്താക്കാന്നാണ് വല്ലാത്ത വിഷമം തന്നെയാണെന്ന്. എന്നാ ആ അദ്ദേഹത്തിന് ഞങ്ങൾ നിർത്തിക്കോളി, ഞാനിവിടെ നിന്ന് പോകാതെ. അവസാനം തന്നെ അവനെ പുറത്താക്കുക തന്നെ ചെയ്തു. ഈ കുട്ടിയെ പുറത്താക്കി കുറച്ച് കഴിഞ്ഞ ശേഷം ആ കുട്ടി പട്ടിക്കാട് ചുങ്കത്ത് വന്നിട്ട് ക്രിസ്ത്യാനിയായിക്കൊണ്ട് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ നിലവാരം ആരും മനസ്സിലാക്കിയിരുന്നു? ശൈഖുന ശംസുൽ ഉലമ. ഉസ്താദുമാർക്കൊക്കെ ബോധ്യപ്പെട്ടു.
ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കൽബിൽ എന്തെങ്കിലും വിചാരിച്ചാൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞങ്ങളെ കൽബകം നിറഞ്ഞ മാതിരി താൻ അറിയേണ്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അറിയാൻ കഴിവുള്ള ഒരാളായിരുന്നു. എന്ത് പറഞ്ഞാലും വിചാരിച്ചാലും അറിയാൻ കഴിവുള്ള ആളായിരുന്നു. ഈ നിലവാരത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്താൻ കാരണം ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ടവർക്ക് എന്തില്ല, ഹസദുമില്ല, കിബറുമില്ല, നല്ല സ്വഭാവം, താഴ്മയായിരുന്നു. സാഹുമാരോട് കാണിച്ച താഴ്മ ഞാൻ വിവരിച്ചല്ലോ. ഈ ലോകമാന്യം തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു. നമ്മളിന്നിപ്പോൾ അങ്ങനെയാണല്ലോ. ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ 10 ആൾ അറിയണം, അത് ഫോട്ടോ പിടിക്കണം, 4 ആൾ അറിയണം, എന്ത് ചെയ്താലും അങ്ങനെയാണ്. അതേ 10 ഉറുപ്യ കൊടുത്താൽ മതി, എല്ലാവരും അറിയണം. അതാണ് ഇന്നത്തെ ലോകം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ആദ്യത്തെ ഭാര്യ മരിച്ചപ്പോൾ ഞാൻ അവരോട്, പലരും നമ്മൾക്ക് ശേഷം ബന്ധപ്പെട്ട പലരും അവിടെ അങ്ങനെ രാത്രി പോയി കൂടുന്നുണ്ട്, പല കാര്യങ്ങളും നേടുന്നുണ്ട് എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം, പഠിച്ചവനെ എല്ലാവരെക്കാട്ടി ആദ്യം കൂടി ഞാനാണല്ലോ, ഞാനൊന്നും അവിടെ പോയി കൂടട്ടെ എന്ന് തോന്നി. ഞാൻ എനിക്ക് വെള്ളിയാഴ്ച പരിപാടിയൊന്നുമില്ല, കോളേജിൽ ദിവസമായതുകൊണ്ട് വെള്ളിയാഴ്ച ഫുള്ളായിട്ട് ഒഴിവായിരിക്കും. ഞാൻ അവരോട് ചോദിച്ചൊരു വെള്ളിയാഴ്ച പോയിട്ട്, ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ കൂടാൻ പറ്റേ, അതിനെന്താ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്നോട് എൻ്റെ വീടിൻ്റെ അടുത്ത് കുറ്റിക്കാട്ടൂർ താമസിക്കുന്ന ശൈഖുനാൻ്റെ ഒരു 2ാമത്തെ മകളുണ്ട്. ആ മകളോടാണ്, മക്കളെ കൊടുത്ത് ഏറ്റവും കൂടുതൽ ശൈഖുനാക്കുള്ള ബന്ധവും ഇഷ്ടവും. ആ മകളെ ഭർത്താവിനോടും അങ്ങനത്തെ. അപ്പം എൻ്റെ 22 വയസ്സുള്ള ആ കാലഘട്ടത്തിൽ പൂച്ചക്കാട് പഠിക്കുന്ന കാലം തന്നെ അവിടെ ഓരുമായിട്ട് കാണും, നല്ല വർത്താനമൊക്കെ പറയും. അപ്പം ആ മകൾ എന്നോട് ഒരിക്കൽ പറയുന്നുണ്ട്, അതിലൊക്കെ വായിച്ചിരുന്നാ വിളിക്കുക വാപ്പനെ. എൻ്റെ വായിച്ച് വല്ലാത്തൊരു വായിച്ച് തന്നെയാണ്. നേരം വെളുക്കുന്നവരെ എൻ്റെ വായിച്ചയ്ക്ക് ഉറക്കില്ല. എല്ലാ ദിവസവും അന്നാമ സൂറത്തും മെഹ്റാബ് സൂറത്തും ഇങ്ങനെ ഓതും. 3 മണിക്കൂർ 3 ജുസോളുണ്ട്, 1.5 മണിക്കൂറിലധികം. നേരം വെളുക്കുന്നവരെ എൻ്റെ വായിച്ചയ്ക്ക് ഉറക്കില്ല. അപ്പം ഇത് അവർ പറഞ്ഞത് കൊണ്ട് നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും അനുഭവമാവില്ലല്ലോ. അപ്പോൾ അവിടെ പോയി കൂടിയിട്ട് എനിക്ക് എന്താ ഈ അനുഭവത്തിലൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു, ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ കൂടാൻ പോയ സമയത്ത് ഞാൻ എന്ത് തീരുമാനിച്ചു, ഇന്ന് ഉറങ്ങണ്ട, കുറച്ചു നേരം വർത്താൻ പറഞ്ഞു. ഓഫീസ് റൂമിൽ പഴയ പോലെയാണ്, ആ ഓഫീസ് റൂം പോയി കിടന്നോന്ന് പറഞ്ഞു. അപ്പോൾ ശൈഖുന കിടക്കുന്ന റൂം ചെറിയ റൂമാണ്. ആ റൂമിൻ്റെ നേരെ മോൾ ഭാഗത്ത്, താഴ്ഭാഗത്തുള്ള ആ ജനലൊക്കെ അടയ്ക്കും. മോൾ ഭാഗത്ത് ഒരു ചെറിയൊരു അര മുറിയുള്ള ജനാലിൻ്റെ അത് തുറന്നു. അപ്പം അതിന് നേരെ താഴെ ഇരുന്ന് ഞാൻ എന്ത് ചെറിയ ഒച്ച ഉണ്ടാക്കിയാലും അറിയും. ഞാൻ അവിടെ പോയിട്ട് ഇരുന്നു. 10-10:30 മണിക്ക് അങ്ങനെ ഇരുന്ന് 3 മണി ഒരാൾ ഇരുന്നു. അതിൽ എനിക്ക് അന്നാമ സൂറത്തും മെഹ്റാബൊന്നും കാണാതെ അറിയൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അന്നാമ സൂറത്തിൻ്റെയും മെഹ്റാബ് സൂറത്തിൻ്റെയും ഒക്കെ ചില ആയത്തുകൾ അവിടെ നിന്നൊക്കെ ഞാൻ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചു. അതൊക്കെ ഫുള്ളായിട്ട് ഓതി തീരുന്നവരെ ഞാൻ അവിടെ നിന്നു. പിന്നെയും കുറേ നിസ്കാരം, അത് ഇതൊക്കെ ബീർ വലുതും. 3 മണിയായപ്പോൾ എനിക്കതൊക്കെ ബോധ്യപ്പെട്ടല്ലോ. 3 മണിയായപ്പോൾ എൻ്റെ തല, എൻ്റെ കണ്ണ് ഉറക്കം വന്നിട്ട് എന്തുവായി. ഞാൻ കിടക്കാൻ പോയപ്പോൾ ഒരു ചുമ വന്നു, ഒരു കുര വന്നപ്പം ആ റൂമിൽ കിടക്കുന്ന റൂമിലുള്ള ശംസുൽ കൊണ്ട് വിളിച്ചു വെച്ചു, ഉളവണ്ണ ഉറങ്ങിയിട്ടില്ലേ എന്ന് വെച്ചു. അപ്പം എനിക്ക് ഉറക്കം വരായിട്ടാണ്. ഞാൻ പറഞ്ഞു, കളവല്ല, ഈ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത് കൊണ്ട് ഉറക്കം വരായിട്ടാണ്. ഞാനങ്ങനെ കിടന്നാൽ ഉറക്കം വരില്ല. എന്നോട് ആ ഇബാദത്തുകളും എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയോ എന്നുള്ളൊരു ബേജാറാണ് ആർക്കുള്ളത്, ശംസുൽ ഉലമക്കുള്ളത്. നമ്മളാച്ചാൽ ഒന്ന് കൂടുതൽ ഒച്ചയിലും ഒതും, ഒരാളെട്ടം ചോദിച്ചിട്ട്. യോഗമാന്യം എന്താണെന്ന് പോലും അറിയാത്ത, യോഗമാന്യത്തിൻ്റെ രഹസ്യമായ സംഗതികളൊക്കെ ഔസാലിമാ വിവരിച്ചത് കാണുമ്പോൾ മാനായ റബ്ബേ, ലോകമാനില്ലാത്തൊരു മനുഷ്യനെ കാണാൻ പ്രയാസം. കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. അതിന് കാരണം പറയാൻ, അവിടുന്ന് വിളിച്ചു തരാം റൂമിലേക്ക്. കാസർഗോഡ് ഭാഗത്തൊക്കെ പരിപാടിക്ക് പോയാൽ
ഒരു 11 മണിക്ക് പരിപാടി കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് കാറിൽ വരുമ്പം ഡ്രൈവർ ഉറങ്ങിപ്പോകും വിചാരിച്ചിട്ട് ഉറങ്ങാണ്ട് നിൽക്കും. അങ്ങനെ ശീലിച്ചു പോയി. കേട്ടെന്നാൽ എനിക്ക് ഓർക്കറില്ല. ഷെയ്ഖിന് പറഞ്ഞ കളവല്ല. ഷെയ്ഖുന അള്ളാഹിനോടും ഹബീബാ നബിതങ്ങളുള്ള അങ്ങേയറ്റത്തെ ഇഷ്ക് കൊണ്ടും ആ പ്രേമം കൊണ്ടും അവരോടുള്ള ആ ഭക്തി ബഹുമാനം കൊണ്ട് ഓർക്കവരാക്കാണ്. കിടന്നാൽ ഓർക്കറില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കാരണം നമ്മളൊന്ന് ശരിയാക്കി പറഞ്ഞു മാത്രം. ഞാൻ ഇന്ന് 2 കാര്യം മനസ്സിലാക്കി. ഷെയ്ഖുന രഹസ്യമായി ഉറങ്ങാതെ നേരം വെളുക്കുന്നവരെ ഇബാദത്ത് ചെയ്യുന്ന ആളാണെന്നും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും എനിക്ക് മനസ്സിലായി. തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾക്ക് വരെ ഇത് അറിയരുത്, അവരറിഞ്ഞു പോകരുത് എന്നുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു, ഒരു നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നു ഷെയ്ഖുന. ലോകമാന്യം തീരെ ഇല്ലാത്ത ആളെന്ന് എനിക്ക് അനുഭവത്തിൽ ബോധ്യപ്പെട്ടു. ഇങ്ങനെയുള്ള സ്വഭാവക്കാരനായതുകൊണ്ടാണ് ആത്മീയമായി ആ കാലഘട്ടത്തിലും അതിൻ്റെ കുറച്ചൊക്കെ മുമ്പുള്ളവരെക്കാളൊക്കെ ആത്മീയമായിട്ട് അങ്ങേയറ്റം ഉയർന്ന ആളായതുകൊണ്ടാണ് കിബുറോ ഹസദോ ലോകമാന്യമോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത, കിബറില്ലാത്തൊരു അനുഭവം എനിക്ക് നേരെ അനുഭവമുണ്ട്. സമയം പറഞ്ഞു. ഞങ്ങൾ പൂച്ചക്കാട് ഓടുന്ന കാലഘട്ടത്തിൽ ഉള്ളാളത്തെ ഉറൂസ് 5 കൊല്ലം കൂടുമ്പോഴാണ് 5 കൊല്ലം കൂടുമ്പോഴാണ് ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ആയിരിക്കും. 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസാണ്. അതിൽ ഞങ്ങളവിടെ പഠിക്കുന്ന കൊല്ലാണ് ഒരു 5 കൊല്ലത്തിലുണ്ടാകുന്ന ഉറൂസിൻ്റെ സമയം. ആ ഉള്ളാത്ത ഉറൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും അന്ന് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു ആലിമ് സംസാരിക്കാനുണ്ടാകും. ഒരറിയപ്പെട്ട സൂഫിവര്യനായ ഒരാൾ കേൾക്കാനുണ്ടാകും എല്ലാ ദിവസവും. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒരു വലിയ ആലിമായ നിൽക്കും അവരെ വിളിച്ചിട്ടുണ്ട്. വടകര മുഹമ്മദാജി തങ്ങളാണ് വേർക്കാനുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പൂച്ചക്കാട് ദിവസം ഒന്ന് പോകാൻ തീരുമാനിച്ചു. സമ്മതപ്രകാരം പരിപാടിയെല്ലാം കഴിഞ്ഞു. അന്ന് അവിടെ വിശ്രമിച്ചു. രാവിലെ പിന്നെ ഉള്ളാളത്ത് നിന്ന് കാസർഗോട്ടേക്ക് ഷെയ്ഖുനൊക്കെ കാറിൽ വന്നു. ഞങ്ങൾ ബസ്സിൽ വന്നു. സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഈ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ചില നൽകിയ ആ തൗഫീഖ് വലിയൊരു ഭാഗ്യമാണ്. അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് കൊണ്ട് പൊരുത്തം കിട്ടാനുള്ള വഴിയും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവനെയും അതുപോലെ ഇല്ലാത്തൊന്നും നമ്മൾ ഏർപ്പെടില്ല. നല്ല മനസ്സോടുകൂടി ജീവിക്കലോടുകൂടി ഷെയ്ഖുനാനോട് നല്ല നിലക്കുള്ള ആ മഹബത്തും നമുക്കുണ്ടായി കഴിഞ്ഞ എല്ലാ സഹായങ്ങളും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ബഹുമാനപ്പെട്ട എല്ലാ തങ്ങളെ ശംസുൽ ഉലമയുടെ കൊണ്ട് അരിമ്പറ ഉസ്താദ് ഉണ്ടാക്കി